തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഉയർന്ന പോളിംഗ് ശതമാനം UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ UDFൽ നിന്ന് ആരായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ചർച്ചയാണ്. VD സതീശന്റെ പേരും രമേശ് ചെന്നിത്തലയുടെ പേരുമാണ് ഉയർന്നു കേൾക്കുന്നത്. അപ്പൊ ആരാകാനാണ് സാധ്യത? ഏതായാലും വിജയം UDFനാണ് എന്ന് ഏതാണ്ട് CPM വരെ അംഗീകരിച്ച ഒരു സ്ഥിതിയുണ്ട്. കാരണം സാധാരണ CPM, ഞാൻ ഒരുപാട് കാലം CPMൽ വർക്ക് ചെയ്തിട്ടില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ കണക്കുകളുള്ള ഒരു കാലമുണ്ട്. ഇന്നിപ്പോൾ അത്ര കണക്കൊന്നുമില്ല എങ്കിൽ കൂടിയും ഏതാണ്ട് ഒരു തോൽവി സമ്മതിച്ച മട്ടാണ് സംസാരം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് കോൺഗ്രസിലേക്ക് വരാം. ഇപ്പൊ UDFന് ഭൂരിപക്ഷം കിട്ടും എന്ന് ഒരു തോന്നൽ ആളുകൾക്കുണ്ടായിട്ടുണ്ട്. UDF നേതാക്കന്മാർക്ക് വല്ലാത്ത ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും അടുത്തത് ചർച്ച മുഖ്യമന്ത്രി ആരാണെന്നാണ്. സാധാരണ എപ്പോഴും കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തർക്കമുണ്ടാവും എന്നാണ് LDFന്റെ ഒരു പ്രചരണം. LDFലും അത് ഉണ്ടായിട്ടുണ്ട് മുമ്പ്, ഇപ്പൊ ആദ്യത്തെയൊന്നുമല്ല. 1996 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയാവും എന്നൊരു പ്രചരണം ഒരു വശത്ത്, മറുവശത്ത് VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് സ്ഥാനാർത്ഥിയാവുന്നു, അദ്ദേഹം അവിടെ തോൽക്കുന്നു. അപ്പൊ സുശീല ഗോപാലനാണ് പിന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി. പാർട്ടി കമ്മിറ്റി സുശീല ഗോപാലൻ MLAക്ക് വേണ്ടി വാദിക്കുന്നു. അതിനിടയിൽ തർക്കങ്ങൾ വരുന്നു, ചോദ്യങ്ങൾ വരുന്നു. 6-7 ദിവസം അത് നീണ്ടുപോകുന്നു. 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് EK നായനാർ വീണ്ടും, അതിനകത്ത് വേറെ കളികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് വിജയിച്ച് പിറ്റേ ദിവസം മുഖ്യമന്ത്രി പ്രസ്താവിക്കാത്ത കാലവും ഉണ്ട്. അത് സാധാരണമാണ്. കോൺഗ്രസിൽ അത് കൂടുതലായിരിക്കും നമുക്കറിയാം. കാരണം കോൺഗ്രസ് വേറെ തരത്തിലൊരു ജനാധിപത്യ പാർട്ടിയാണ്, കുറച്ചൊരു ലൂസ് എൻഡുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് കൂടുതൽ പേർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാവാൻ ആഗ്രഹം ഉണ്ടാവും. സത്യത്തിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും കേരള മുഖ്യമന്ത്രി ആവണം, ഇന്ത്യ പ്രധാനമന്ത്രി ആവണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അതിലൊരു ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സതീശനും ആയിരിക്കും ആദ്യത്തെ 2 ചോയ്സുകൾ വരിക, ഓപ്ഷൻ തന്നാണ്, ഒരു സംശയമില്ല. അപ്പൊ അതിൽ ആരാവും? എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്കിത് ആരായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. കാരണം ഈ 2 പേര് യോഗ്യരാണ്. രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അന്ന് ഇലക്ഷൻ തോറ്റുപോയത് രമേശ് ചെന്നിത്തലയുടെ കുഴപ്പം കൊണ്ടല്ല, അന്നത്തെ പ്രത്യേക സാഹചര്യം കൊണ്ടാണ്. ഇത്തവണ ജയിക്കുന്നത് സതീശന്റെ പ്രത്യേകമായ കഴിവുകൊണ്ടല്ല, ഇപ്പോഴത്തെ സാഹചര്യമാണ്. അതുകൊണ്ട് ആ താരതമ്യത്തിന് അർത്ഥമില്ല. പക്ഷെ എനിക്ക് പൊതുവായി തോന്നുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ കാര്യം, ഇപ്പോൾ 90-100 എന്നൊക്കെയാണുള്ള അവകാശമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് 90 അല്ലെങ്കിൽ 100 കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി സതീശനാണ്. അതിന് യാതൊരു തർക്കവുമില്ല. കാരണം പരമ്പരാഗതമായ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് ഇതിനെ ഉയർത്തുകയും പുതിയ വിഭാഗങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരികയും. കാരണം നമുക്കറിയാം 2021 പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന കാലത്ത് കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരുന്നു? കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റായിരുന്നു, 21 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. അത് മാത്രമല്ല, വിവിധ വിഭാഗങ്ങൾ കോൺഗ്രസിന് വിട്ടുപോയി. പ്രത്യേകിച്ചും കോൺഗ്രസിനെ പരമ്പരാഗതമായി സപ്പോർട്ട് ചെയ്യുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിം വിഭാഗം, ക്രിസ്ത്യൻ വിഭാഗം, ദളിത് വിഭാഗം, അങ്ങനെ പലരും കോൺഗ്രസിൽ നിന്ന് അകന്നുപോയി. അവരൊരു പരിധി വരെ ന്യൂനപക്ഷങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പിണറായി വിജയനെയും LDFനെയുമാണ്. അതിനവർക്ക് കാരണങ്ങളുണ്ട്. ഇപ്പൊ CAA പോലെയുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോൾ. പക്ഷേ 2021 നിന്ന് നമ്മൾ ഇങ്ങോട്ട് 5 വർഷം എടുത്താൽ, ഈ 5 വർഷം ഒരു പുതിയ ക്യാപ്റ്റൻ എന്നർത്ഥത്തിൽ ഒരു പുതിയ മുഖം കോൺഗ്രസിന് നൽകാൻ VD സതീശന് കഴിഞ്ഞിട്ടുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തലയും ഒരുപാട് നിയമ പോരാട്ടങ്ങളും ഒക്കെ നടത്തുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല. അദ്ദേഹം നിയമസഭയിൽ നന്നായി സംസാരിക്കുന്നുണ്ട്, മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ രണ്ടും നോക്കുമ്പോൾ നിയമസഭാ പ്രവർത്തനമായാലും സംഘടനാ പ്രവർത്തനമായാലും ഈ കഴിഞ്ഞ 5 വർഷം മുന്നിൽ നിന്നത് സതീശനാണ് എന്നൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ 100 സീറ്റിൽ കൂടുതൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് കിട്ടണമെങ്കിൽ സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരു 80-85 സീറ്റ് വരെയൊക്കെയാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ സ്വാഭാവികമായി രമേശ് ചെന്നിത്തലയ്ക്കാണ് സാധ്യത. 80-85 സീറ്റാണെങ്കിൽ ഒരു തരംഗമൊന്നുമില്ല. മാത്രമല്ല, കൂടുതൽ ഘടകകക്ഷികളെ കൂടുതൽ കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം കുറവാണെങ്കിൽ ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്കാണ് സാധ്യത എന്നാണ് ഞാൻ കാണുന്നത്, സതീശനേക്കാൾ. കാരണം സതീശന് അത്രയും ഇല്ല. നേരെ മറിച്ച് 100 സീറ്റും അതില്ലെങ്കിൽ അതിനടുത്തൊക്കെ സീറ്റ് വന്നാൽ തീർച്ചയായും ഒന്നാം മുൻഗണന സതീശനായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിന് കാരണം നേരത്തെ പറഞ്ഞ പോലെ യുവാക്കളടക്കമുള്ള വലിയൊരു വിഭാഗത്തെ, സ്ത്രീകളെ, ന്യൂനപക്ഷങ്ങളെ
കടുത്ത നിലപാടുകൾ എടുത്ത് അവരെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സതീശന്റെ കഴിഞ്ഞ കുറെ കാലത്ത് നിലപാടുകൾ, അത് വെള്ളാപ്പള്ളി നടേശനോടും സുകുമാരൻ നായരോടും അടക്കമുള്ള ഹിന്ദുത്വ വർഗീയതയോടുള്ള കടുത്ത നിലപാടുകൾ. 2006 ഏതോ ഒരു സ്വാമിയുടെ മുമ്പിൽ പോയി സതീശൻ വിളക്കൊളുത്തി എന്നാണ് ഇപ്പോഴും പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് 20 കൊല്ലം കഴിഞ്ഞു. ഇന്ത്യ മാറി, ലോകം മാറി, കേരളം മാറി. അപ്പൊ അതുകൊണ്ട് വർഗീയതയ്ക്കെതിരായി കടുത്ത നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി പോലൊരു വിഷയത്തിൽ അല്പം പറയാമെങ്കിലും അതിലും സതീശൻ പറഞ്ഞു വെൽഫെയർ പാർട്ടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ അൻവറിന്റെ നിലമ്പൂര് വന്നപ്പോഴും വളരെ ശക്തമായ നിലപാടെടുത്തു, ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം വന്നപ്പോൾ സതീശന്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളായിരുന്നു രാഹുൽ. ഷാഫിയും രാഹുലും ആ ഒരു യൂത്ത് ടീം ഉണ്ടാക്കിക്കൊണ്ടും സതീശനാണ്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും സതീശൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള നിരവധി സംഭവം, എന്തൊക്കെ നുണേശൻ എന്നൊക്കെ ഇവർ പറഞ്ഞാലും കേരളത്തിൽ അതല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ഏതാണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. സതീശന് നല്ല ജനപിന്തുണയുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഷാഫി കഴിഞ്ഞാൽ ക്രൗഡ് പുള്ളറാവുന്ന ഒരാൾ സതീശന് കോൺഗ്രസിൽ, ഒരു സംശയവും വേണ്ട. CPM-ൽ അങ്ങനെ ഒരാളില്ല സത്യത്തിൽ. പിണറായി വിജയൻ ആണ് അത് പറയുന്നെങ്കിലും പിണറായി വിജയനും വിളിച്ചുകൂട്ടിയ ആളുകളെ ഉള്ളൂ. അല്ലാണ്ട് പിണറായി വിജയൻ വരുന്നു എന്നത് കൊണ്ട് പോയി കാണാൻ ആളുകൾ പൊക്കോളണമെന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ അർത്ഥത്തിൽ വൻ വിജയം, തരംഗ വിജയമാണ് നേടുന്നതെങ്കിൽ സതീശനാണ് സാധ്യത. ഇത് ഞാൻ പറയാൻ കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പ് പറ്റിയ ചില തെറ്റുകൾ നമ്മളത് ഓർക്കണം. രാജസ്ഥാനിൽ വലിയ വിജയം BJP-യോട് നേരിട്ട് കോൺഗ്രസ് നേടുന്നു. അന്ന് സിന്ധ്യ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നു. യൂത്ത് എന്നുള്ള നിലയ്ക്ക് സിന്ധ്യ മുമ്പോട്ട് വരുന്നു. ആ ഘട്ടത്തിൽ അവിടെ ഗെഹ്ലോട്ട് എന്ന് പറയുന്ന പഴയ ആൾക്ക് പാരമ്പര്യം അനുസരിച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നു. അവസാനം സിന്ധ്യ തന്നെ പാർട്ടിയിൽ നിന്ന് പോകുന്നു. അതന്നെ ഒരു കാര്യമുണ്ട്, സിന്ധ്യ പോകുന്നു. അപ്പോൾ ഇപ്പോഴുള്ള യുവാക്കൾ ഉണ്ടില്ല എന്നല്ല, പക്ഷേ അതൊരു വലിയ ഡിസപ്പോയിൻമെന്റ് ഒരു വിഭാഗത്തിലുണ്ടാക്കി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സിന്ധ്യ പോലെ ഒരാൾ പോയപ്പോൾ ഉണ്ടാക്കി. അതിൻ്റെ ഫലമായി സംഭവിച്ചത് പിന്നെ കോൺഗ്രസിന് തകർച്ചയാണ്. പഴയ പ്രതാപത്തിലേക്ക് കോൺഗ്രസിന് എത്താൻ പറ്റിയില്ല. BJP തിരിച്ചു പിടിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ നല്ല പ്രതീക്ഷ നൽകുന്ന നേതാവിനെ, താരതമ്യേന യുവാക്കളെ, അല്ലെങ്കിൽ ഞാൻ യുവാവെന്ന് പറയുന്ന പ്രായം മാത്രമല്ല. ഇപ്പോൾ VS അച്യുതാനന്ദന് യുവാവായിരുന്നില്ല പ്രായം കൊണ്ട്, പക്ഷെ VS അച്യുതാനന്ദന് യുവാക്കൾക്ക് വലിയ ഇഷ്ടമായി, സ്ത്രീകൾക്ക് ഇഷ്ടമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ചെറുപ്പം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ അല്ല, അദ്ദേഹത്തിന്റെ ആശയപരമായ ദൃഢത കൊണ്ടാണ്. അങ്ങനെ ഒരു ദൃഢത കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കാലത്ത് പിണറായി വിജയനിൽ അത് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് 2021 അദ്ദേഹത്തിന് അന്ന് പിന്നിൽ അണിനിരുന്നതെങ്കിൽ ആ സ്ലോട്ട് ഇപ്പോൾ സതീശനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ അർത്ഥത്തിലാണ് ഞാൻ നോക്കുന്നത്. തീർച്ചയായും ഈ 2 ഓപ്ഷനാണ് ഹൈക്കമാൻഡ് മുമ്പുണ്ടാവുക. ഇനി മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും പപ്പാതി കൊടുക്കുക, അങ്ങനെയൊക്കെ കോൺഗ്രസിൽ ചില പണികൾ. അല്ല, കോൺഗ്രസ് ആണല്ലോ. ഇനി രണ്ടുപേരെയും വെട്ടി മൂന്നാമതൊരാൾ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കോൺഗ്രസ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ കോൺഗ്രസ് എന്തൊക്കെയോ പാഠം പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. മാത്രമല്ല എന്തായാലും ആദ്യഘട്ടത്തിൽ KC വേണുഗോപാൽ ചിത്രത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അത് KCയും ഏതാണ്ട് ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നാളെ വരാം, നാളെ ഏതെങ്കിലും സീറ്റിൽ നിന്ന് ജയിച്ചു വരാം, ആവാം. ഇതിനു മുമ്പ് ചരിത്രം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഫസ്റ്റ് ചോയ്സുകൾ ഈ 2 പേരിൽ ഒതുങ്ങുന്നു. അതിൽ തന്നെ ഭൂരിപക്ഷം കുറവാണെങ്കിൽ മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ആലപ്പുഴ പോലെയുള്ള ജില്ല, ആലപ്പുഴ ജില്ലയിലെ പെർഫോമൻസ് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വെല്ലുവിളിയാണ്. ആലപ്പുഴയിൽ നന്നായി പെർഫോം ചെയ്യുകയും കേരളത്തിൽ ഒരു 80-85 സീറ്റിലകത്ത് താഴെ നിൽക്കുകയും ചെയ്താൽ, 80-ൽ താഴെ വന്നാൽ എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ചാൻസ് കിട്ടും, അല്ലെങ്കിൽ സതീശനാണ് ചാൻസ്.